നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. UAE-യുടെ കിഴക്കൻ മേഖലകളിലും തീരദേശ മേഖലകളിലുമാണ് മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. മൂടൽ മഞ്ഞ് സാധ്യതയുള്ളതിനാൽ ഇത് കാഴ്ചയുടെ ദൂരപരിധിയെ ബാധിച്ചേക്കുമെന്നും അതുകൊണ്ട് വാഹനങ്ങൾ വേഗത കുറച്ച് പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. അതേസമയം സൗദിയുടെ വിവിധ ഇടങ്ങളിൽ ഡിസംബർ 20 മുതൽ കടുത്ത തണുപ്പിലേക്ക് പ്രവേശിക്കും. മുൻ വർഷത്തെ അപേക്ഷിച്ച് വൈകിയാണ് ശീതക്കാറ്റ് എത്തുന്നത്. കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലും മഴയെത്താത്തതും തണുപ്പ് വൈകാൻ കാരണമായി. സൗദിയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയാണ് തണുപ്പിലേക്ക് പ്രവേശിച്ചത്. ഹായിൽ, തബൂക്ക്, അൽ ജൗഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നീ ഇടങ്ങളിൽ താപനില കുറഞ്ഞു തുടങ്ങി. റിയാദിലും ദമാമിലും ഈ മാസം 20 മുതൽ കടുത്ത തണുപ്പെത്തും. ഡിസംബർ 21 സൗദി ഈ വർഷത്തെ ദൈർഘ്യമേറിയ രാത്രിക്ക് സാക്ഷ്യം വഹിക്കും. ഇതിന് പിന്നാലെ ഒരു മാസത്തോളം കഠിനമാകും തണുപ്പെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ദീർഘദൂര ഹൈവേകളിൽ വരും ദിനങ്ങളിൽ മൂടൽമഞ്ഞ് വർദ്ധിക്കും. യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട്. മഴ പെയ്ത മക്ക പ്രവിശ്യയിലും മദീനയിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടരും. ജിദ്ദയിൽ 30-ന് മുകളിൽ തന്നെയാണ് താപനില. ശീതക്കാറ്റ് വൈകിയതിനാൽ വൈകിയാണ് ഇത്തവണ തണുപ്പെത്തുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മദീനയിലെ സുവൈർഗിയയിലെ ഉണ്ടായ മഴവെള്ളപ്പാച്ചിലിൽപ്പെട്ട 7 പേരെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി. ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. കഴിഞ്ഞ ദിവസം മദീനയിൽ ഹറം പരിസരം ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ സാമാന്യം നല്ല മഴ കിട്ടിയിരുന്നു. പ്രദേശത്തെ ചില ഗ്രാമങ്ങളിൽ മഴയെ തുടർന്ന് ശക്തമായ ഒഴുക്കുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചില റോഡുകൾ മുൻകരുതൽ എന്ന നിലയിൽ അടച്ചിടുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് മേഖലയിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ മുൻകരുതൽ എടുത്തിരുന്നു. മസ്ജിദ് ബവി കാര്യാലയം വെള്ളം വലിച്ചെടുക്കാനുള്ള ഉപകരണങ്ങൾ ഒരുക്കുകയും ശുചീകരണത്തിനായി കൂടുതൽ ആളുകളെ നിയോഗിക്കുകയും ചെയ്തു. വെള്ളത്തിൽ മുങ്ങിയ മുറ്റങ്ങളിലെ പരവതാനികൾ എടുത്തുമാറ്റി. സൗദി അറേബ്യയിലെ വടക്കൻ മേഖലയായ തബൂക്കിലും പരിസരങ്ങളിലും ശക്തമായ കാറ്റും മഴയുമുണ്ട്. വീശിയടിച്ച കാറ്റിൽ വൈദ്യുതി ടവറുകളും പോസ്റ്റുകളും നിലംപൊത്തി. ദിബ, അൽവജ്, ഉംലജ്, യാബു എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്തു. വൈദ്യുതി ടവറുകളും പോസ്റ്റുകളും നിലം പതിച്ചതിനെ തുടർന്ന് തബൂക്കിൽ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം മുടങ്ങിയതായി സൗദി ഇലക്ട്രിസിറ്റി കമ്പനി അറിയിച്ചു.